blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുത്തി നിറച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡ് തീരുന്നത് വരെ ഈ ചാനൽ മാറ്റരുത്. ഗോഡ് ഹാസ് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ്. ഇന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ജിൻഡോ ജേക്കബ് മാത്യുവിനായി ഞങ്ങളെല്ലാവരും ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മെയ് മാസം 15-ാം തീയതി നടക്കാനിരിക്കുന്ന തൻ്റെ വിവാഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വലിയ സാന്നിധ്യമുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ഫിലിപ്പ് കെ മാമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ സേറയ്ക്ക് ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ നൽകുകയും നല്ലൊരു ഭാവി ആ മകൾക്ക് കർത്താവ് സമ്മാനിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാവേലിക്കരയിലുള്ള തോമസ് ജോയ് ആൻഡ് ആനി ജോയ് കർത്താവിൻ്റെ ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് തോമസ് എന്ന ഈ സഹോദരൻ്റെ 71-ാമത്തെ ബർത്ത്ഡേ ജനുവരി 14 നടക്കുന്നില്ല. കർത്താവെ, ഞങ്ങളിപ്പോഴേ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അവരുടെ ഭവനത്തിൻ്റെ പണികൾ തടസ്സങ്ങൾ കൂടാതെ പൂർത്തീകരിക്കപ്പെടാൻ അങ്ങ് സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളെല്ലാം കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുണ്ടറ ജനുവരി 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, ഇളമ്പള്ളൂർ, കുണ്ടറ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ജനുവരി 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. We have heard the story of kings coming in disguise to the kingdom, living with people without their knowledge, to know their pains and their sufferings and troubles. And after that, they go to the palace and make changes in their rule. നാം സാധാരണ ചില കഥകൾ കേട്ടിട്ടുണ്ട്. രാജാക്കന്മാർ വേഷപ്രച്ഛന്നരായി നടന്ന്, ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന്, രാജ്യത്തിലൂടെ നടന്ന്, ജനങ്ങളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഭരണരീതിയിലെ യഥാർത്ഥ രീതികളും മനസ്സിലാക്കി തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ചെന്ന് ഭരണ സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാക്കി ജനങ്ങളെ കൂടുതൽ നന്നായി ഭരിക്കുന്ന കഥകളൊക്കെ നാം കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? This is a real story. This happened in history. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു കഥയാണ്. ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്. Christ is the King of Kings. ഓർക്കുക, രാജാതി രാജാവാണ് ക്രിസ്തു. He is the Lord of Lords. അവൻ ദൈവാതി ദൈവവും. He is the authority above all authorities. സകല അധികാരങ്ങൾക്കും മീതെ അധികാരമുള്ളവൻ. He has the throne above all other thrones. മറ്റെല്ലാ സിംഹാസനത്തിന്റെ മുകളിലും സിംഹാസനം ഉണ്ടായിരുന്നവൻ. He is the Word. അവൻ വചനമായി. He is the Logos. അവൻ ലോഗോസ് ആണ്. He is the Creator. അവൻ സൃഷ്ടാവാണ്. He is the second one in the holy blessed Trinity. അതുപോലെ തന്നെ ദൈവിക പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനാണ് അവൻ. God himself. അവൻ ദൈവം തന്നെയാണ്. He created the universe. അവൻ ഈ ഭൂമിയെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. Now look at me. ഇനി ശ്രദ്ധിച്ചാലും He limited himself. ഇപ്പോൾ അവൻ അവനെ തന്നെ ചുരുക്കി. He limited himself. അവൻ അവനെ തന്നെ ചുരുക്കി. And he is born as a fetus in the womb of a virgin. ഓർക്കുക, എന്നിട്ട് ഒരു കന്യകയുടെ ഉദരത്തിനകത്ത് ഒരു ശിശുവായി അവൻ തീർന്നു. Hello. He came into this world wrapped up in commonness. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് സാധാരണത്വത്തിൽ പൊതിഞ്ഞായിരുന്നു. He came into this world. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. Look here. 9 months. The creator of the universe was in the womb of a girl.
ദയവായി ശ്രദ്ധിക്കാമോ? 9 മാസങ്ങൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചതിൻ്റെ സൃഷ്ടികർത്താവ് ഒരു പെൺകുട്ടി, ഒരു കന്യകയായ പെൺകുട്ടിയുടെ ഉദരത്തിന് വയറിനകത്ത് അവൻ ചുരുങ്ങിയിരുന്നു. Hello. ഹലോ, How many have seen dogs, നിങ്ങൾ എത്ര പേര് പട്ടികളെ കണ്ടിട്ടുണ്ട്? cats, പൂച്ചകളെ, donkeys, കഴുതകളെ, monkeys? കുരങ്ങന്മാരെ? Can you ever imagine you becoming a dog or a cat? നിങ്ങളൊരു പട്ടിയാകുന്നതോ പൂച്ചയാകുന്നതോ കുരങ്ങനാകുന്നതോ ഒക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? Can you imagine taking away this dress, taking away all the dignity of humanity and becoming a small animal? ഓർക്കുക, ഇപ്പോൾ നമ്മുടെ ഈ വസ്ത്രങ്ങളും ഈ വേഷവിധാനങ്ങളും എല്ലാം മാറി നമ്മുടെ മനുഷ്യത്വത്തിൽ നമുക്ക് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറിയിട്ട് ഒരു മൃഗതുല്യമായി പരിണമിച്ചാൽ എങ്ങനെയിരിക്കും? No house, no car, no bird, no cooking, nothing, but becoming a dog straying in the streets, eating whatever man throws. യാതൊരു ഇന്നുള്ള വീടില്ല, കാറില്ല, ഭക്ഷണ സംവിധാനങ്ങളില്ല, രീതികളില്ല. ഒരു പട്ടിയായി തീർന്ന് അങ്ങോട്ടിങ്ങോട്ട് തെരുവിൽ അലഞ്ഞു നടന്ന് മനുഷ്യർ പുറത്തു കളയുന്ന വേസ്റ്റ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി നിങ്ങൾക്കുണ്ടായാൽ ഒന്ന് ചിന്തിച്ചു നോക്കി. Philippians chapter 2 verse number 6 onwards, the Son of God, even when he was in the form of God, he stripped away the divinity, the deity, and he became a man. He humbled himself to the death on the cross. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങളിലേക്ക് നാം കാണുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് അവൻ ദൈവത്വത്തിൻ്റെ വേഷത്തെ അഴിച്ചു വെച്ച് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് അവൻ നമുക്ക് തുല്യനായി ഒരു മനുഷ്യ കീടമായി അവൻ ഇറങ്ങി വന്നു. The creator of the universe became a fetus and he spent 9 months in the womb of Mary. ഓർക്കുക, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നവൻ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഉദരത്തിനകത്ത് 9 മാസം ഇതാ ഒരു ശിശുവായി അവൻ ഒതുങ്ങിയിരിക്കുകയാണ്. And the savior of the world came into this world through the birth canal of Mary. എന്നു മാത്രമല്ല, ഈ ലോകത്തിന് രക്ഷകനായി തീരുവാനുള്ള അവന്റെ വരവെന്നുള്ളത് ഒരു സ്ത്രീയുടെ ബർത്ത് കനാലിലൂടെയാണ് അവൻ പുറത്തേക്ക് വരുന്നത്. That is a sign to the whole world. ഓർക്കുക, അതാണ് ഈ ലോകത്തിന് ദൈവം വെച്ചിരിക്കുന്ന അടയാളം. And he did it because of his love for you and me. ഓർക്കുക, അവൻ ഇത് ചെയ്തത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. Somebody shout hallelujah. കൈകൾ വീശിക്കൊണ്ട് നന്ദിയോടൊരു ഹല്ലേലൂയ പറയാമോ? He did not come into this world as a superman with an S here. ഇവൻ ഒരിക്കലും ഒരു സൂപ്പർമാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നില്ല. A savior. സേവിയർ എന്നുള്ള എസ് ഒക്കെ ഇട്ടിട്ട് ഒരു സൂപ്പർമാനായിട്ട് വന്നില്ല. He did not come as a Spider-Man. ഒരു സ്പൈഡർമാനെ പോലെ അവൻ വന്നില്ല. He did not come as a Batman. ഒരു ബാറ്റ്മാനെ പോലെ വന്നില്ല. He did not come as a phantom. അവനൊരു ഫാന്റം ആയിട്ട് വന്നില്ല. But he came as a small baby. എന്നാൽ അവൻ വന്നത് ഒരു കൊച്ചു ശിശുവായിട്ടാണ്. ഈ വർഷം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ നിങ്ങൾക്കും പങ്കുചേരാൻ കഴിയും. പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂൻ ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. നിങ്ങളാകെ ചെയ്യേണ്ടത് 422133 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നൊരു മിസ്ഡ് കോൾ നൽകുക. ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരി നിങ്ങളെ വിളിച്ച് അതിനുള്ള ഗൈഡൻസ് നൽകുന്നതായിരിക്കും. ഈ വർഷം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് യേശുവിന് വേണ്ടി ചെയ്യാൻ കഴിയും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ യേശുവിന് വേണ്ടി ചെയ്യണമെന്നുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു. No ultrasound scan was available in those days. ആ കാലഘട്ടത്തിൽ അൾട്രാസൗണ്ട് സ്കാൻ ഒന്നും ലഭ്യമല്ല. Today the technology is so high that we can even see the baby in the womb moving. We can see the video of the baby. ഇന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്കാനിൽ നമ്മുടെ വയറിനകത്തുള്ള കുഞ്ഞ് അനങ്ങുന്നതും ചലിക്കുന്നതും എല്ലാം വീഡിയോ ആയിട്ട് അതിന്റെ CD ആയിട്ട് കിട്ടും. But just imagine
it was available to them. എന്നാൽ അങ്ങനെ ഒരു CD അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, ആ വീഡിയോ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. Joseph and Mary is at the doctor's office. യോസഫും മറിയയും ഇപ്പോൾ ഡോക്ടറിന്റെ മുൻപിൽ ഇരിക്കുകയാണ്. And the doctor is showing the baby on the screen. ഇപ്പോൾ ഡോക്ടർ ആ സ്ക്രീനിൽ കുഞ്ഞിന്റെ ചിത്രം, ഇപ്പോൾ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. Joseph is looking. ജോസഫ് നോക്കിക്കൊണ്ടിരിക്കുന്നു. And Mary is looking. മറിയയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. He is the creator of the universe. നോക്ക്, ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. Savior of the world. ഈ ലോകത്തിന്റെ രക്ഷിതാവ്. The Son of God. ദൈവത്തിന്റെ പുത്രൻ. What will be the shape? എന്തായിരിക്കും അവന്റെ രൂപം? The doctor looked. ഡോക്ടർ നോക്കി. And he is saying, അദ്ദേഹം പറയുന്നു, it's a normal baby. ഇതൊരു സാധാരണ ശിശുവാണല്ലോ. No light rays are emitting from the little body. ആ കുഞ്ഞു ശരീരത്തിൽ നിന്ന് പ്രകാശകിരണങ്ങളൊന്നും പുറത്തേക്ക് There is വരുന്നില്ല. no halo around his head. അവന്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു വലിയ വെളിച്ചത്തിന്റെ വട്ടമൊന്നും കാണുന്നില്ലല്ലോ. No special features, no special complexion. ഒരു പ്രത്യേകമായ നിറമോ പ്രത്യേകമായ രൂപ സംവിധാനങ്ങളോ സാദൃശ്യങ്ങളോ ഒന്നും കാണുന്നില്ലല്ലോ. Normal baby. ഒരു സാധാരണ ശിശു. The creator of the universe came into this world wrapped up in normalcy and commonness. ഓർക്കുക, ലോകത്തിന്റെ സൃഷ്ടിതാവായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ രക്ഷിതാവായിട്ടുള്ള പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ സാധാരണത്വത്തിൽ പൊതിഞ്ഞായിരുന്നു വന്നത്. That's why the people of this world could not recognize the Son of God among other son of men. അതുകൊണ്ടായിരുന്നു മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവപുത്രനായ അവനെ ആ കാലഘട്ടത്തിൽ ലോകത്തിന് തിരിച്ചറിയാൻ പറ്റാതെ പോയത്. He came in disguise. അവൻ വേഷപ്രച്ഛന്നനായിട്ടാണ് വന്നത്. Hallelujah. Hallelujah. He was just like all Jewish boys. അവൻ അന്നുണ്ടായിരുന്ന സാധാരണ യഹൂദ ബാലന്മാരെ പോലെ തന്നെയായിരുന്നു. Hallelujah. Hallelujah. Number 4, the Son is God with us. പുത്രൻ എന്നുള്ളത് ദൈവം നമ്മോട് കൂടെയാകുന്നു. Matthew chapter 1 verse number 23. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 23. Behold, the virgin shall be with child and bear a son, and they will call his name Emmanuel, which is translated God with us. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. Hallelujah. ഹല്ലേലൂയ. Everybody say Emmanuel. എല്ലാവരും പറയാമോ ഇമ്മാനുവേൽ? Again Emmanuel. ഇമ്മാനുവേൽ. Hallelujah. ഹല്ലേലൂയ. The Son is God with us. ദൈവം നമ്മോടുകൂടെ, പുത്രൻ നമ്മോടുകൂടെ. He is not somewhere around us God, he is with us God. ഓർക്കുക, അവൻ ദൈവവുമായിട്ട് എവിടെയോ അല്ല, മറിച്ച് അവൻ ദൈവവുമായിട്ട് നമ്മോട് കൂടെ. The Son means God is sitting in heaven. No, the Son means God with us here. ഓർക്കുക, പുത്രൻ എന്ന് വെച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം എന്നല്ല, പുത്രൻ എന്ന് വെച്ചാൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം എന്നാണ് അർത്ഥം. Emmanuel means God with us. ഓർക്കുക, ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ That എന്നർത്ഥം. means he is with you in your worries. അതിന്റെ അർത്ഥം നിങ്ങളുടെ ആകുലതകളിൽ അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. He is with you in your weaknesses. നിങ്ങളുടെ ബലഹീനതകളിൽ അവൻ നിങ്ങളുടെ He is കൂടെയുണ്ട്. with you in your sicknesses. നിങ്ങളുടെ രോഗങ്ങളിൽ അവൻ നിങ്ങളുടെ He is കൂടെയുണ്ട്. with you in your finances. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. He is domestically present to involve in all our daily life. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുവാൻ എല്ലായ്പ്പോഴും അവൻ നമ്മോട് കൂടെയുണ്ട്. Hallelujah. Hallelujah. Give the Lord a clap of കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് സ്തുതിച്ചാലും. Hallelujah. ഹല്ലേലൂയ. Number 5. അഞ്ചാമത്തെ The കാര്യം, Son lives with the common people. പുത്രൻ സാധാരണ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു. When Jesus came into this world, he did not come through a king and a queen. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു രാജാവിന്റെയോ രാജ്ഞിയുടെയോ ഇടയിൽ നിന്നല്ല വന്നത്, മറിച്ച് സാധാരണ ജനങ്ങളിലൂടെയാണ് അവൻ പുറത്തേക്ക് Mary വന്നത്. was an ordinary girl. മറിയ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. There was no speciality in her. അവളുടെ ഒരു പ്രത്യേകതയൊന്നുമില്ലായിരുന്നു. If there is one speciality, that was that she was so humble. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവളുടെ താഴ്മയായിരുന്നു. Hallelujah. ഹല്ലേലൂയ. Mary and Joseph never had any special privilege for being the parents of the Savior. ഈ രക്ഷകന്റെ മാതാപിതാക്കളായി തീരുവാനുള്ള പ്രത്യേകമായുള്ള ഏതെങ്കിലും പ്രിവിലേജസ് മറിയയ്ക്കും ജോസഫിനും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. Hallelujah. ഹല്ലേലൂയ. They had to go through the census. അവർ ആ സമയത്ത് കണക്കെടുപ്പിന് വേണ്ടി, ജനസംഖ്യ കണക്കെടുപ്പിന് വേണ്ടി അവർക്ക് They പോകേണ്ടിയിരുന്നു. were not exempted. അതിന് അവർ ഒരിക്കലും ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. They are the father of the Savior.
no problem, father and mother, so they are exempted. No, they were not exempted. They had to go through that. ആ കാലഘട്ടത്തിൽ ഇത് രക്ഷകന്റെ മാതാപിതാക്കളല്ലേ, അതുകൊണ്ട് ഇവരിനി കണക്കെടുപ്പിന്, ജനസംഖ്യാ കണക്കെടുപ്പിനൊന്നും പോകണ്ട, ഇവർ മാറി നിന്നോട്ടെ എന്ന് ആരും പറഞ്ഞില്ല. And for taking the census, they had to travel a lot of miles. എന്ന് മാത്രമല്ല, ഈ സെൻസസിന് വേണ്ടിയിട്ട് ഒത്തിരി ദൂരം യാത്ര, ഒത്തിരി മൈലുകൾ അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. And remember, Mary was pregnant, full. ഓർക്കുക, മറിയ ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്. And with that savior in the baby in the womb, she was traveling a lot. ഓർക്കുക, ആ ഒരു രക്ഷകനെയും വയറിൽ ചുമന്നുകൊണ്ടാണ് ഈ വലിയ വഴി ദൂരമൊക്കെയും അവൾ യാത്ര ചെയ്യുന്നത്. At last when they reached the hotel, അവർ ഒടുവിലായിട്ട് ആ സത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ there was a board hanging there, house full. അവിടെ സത്രത്തിന് മുൻപിൽ മുറികൾ ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ. They had no special privilege discount card with them. അവർക്ക് പ്രത്യേക പ്രിവിലേജ് കാർഡ് ഒന്നും ഇല്ലായിരുന്നു. They had to go through all the normal situations of life. എല്ലാ സാധാരണത്വപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും അവസരങ്ങളിലൂടെയും അവർ സാധാരണ രീതിയിലുള്ള വ്യക്തികൾ കടന്നു പോകുന്ന പോലെ കടന്നു പോകേണ്ടിയിരുന്നു. We can even understand one thing. Mary had all the pregnancy troubles. എന്ന് മാത്രമല്ല, ഓർക്കുക, മറിയയ്ക്ക് ഒരു ഗർഭകാലത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും അവൾ കടന്നുപോയിരുന്നു. She might have had the morning sicknesses. അവൾക്ക് രാവിലെയുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടായി. She had the stretch mark all over her body. അവളുടെ ശരീരത്തിൽ മുഴുവൻ പാടുകൾ വന്നിരിക്കാം. Everything was normal. എല്ലാം സാധാരണ രീതിയിലുള്ള ഒരു സ്ത്രീയെ പോലെ തന്നെയായിരുന്നു. What do you understand? എന്തു മനസ്സിലായി? The creator of the world came into this world as a normal human being through normal parents, and everything was normal. ഓർക്കുക, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഈ ലോകത്തിൻ്റെ രക്ഷകനായി കടന്നു വന്നത് സാധാരണ വ്യക്തികളിലൂടെ, സാധാരണ അവസരങ്ങളിലൂടെ, സാധാരണ കാര്യങ്ങളിലൂടെ കടന്നു തന്നെയായിരുന്നു. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. One more hallelujah. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. Praise God. Praise God. John chapter 3 verse number 16 says, for God so loved the world that he gave his only begotten son, that whoever believes in him should not perish but have everlasting life. യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. Say hallelujah. കൈകൾ വീശിക്കൊണ്ടൊരു God the ഹല്ലേലൂയ. Father is saying, whoever receives the son will get everything from me. ഇവിടെ നോക്കുക, പിതാവ് പറയുന്നു, ആർക്കൊക്കെ പുത്രനെ കിട്ടിയിട്ടുണ്ടോ അവനോടൊപ്പം സകലവിധ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. Whoever does not receive the son will forfeit everything. ഓർക്കുക, ആരൊക്കെ ഈ പുത്രനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനോടൊപ്പം അവനിതാ സകലതും നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. Somebody shout hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ആവേശത്തോടെ ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ്. ജനുവരി 14 ശനിയാഴ്ച, സെന്റ് ജോസഫ് കത്തീഡ്രൽ ഹാൾ, സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം, കോഴിക്കോട് ബീച്ച്, കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, സഹോദരിക്ക് 8 വർഷങ്ങളോളമായി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. തനിക്ക് ഒരു ദിവസം പോലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ വളരെ അസ്വസ്ഥതകളായിരുന്നു. ഈ സിസ്റ്റർ പറയുന്നത്, എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴോ ഇൻ കേസ് ആ മരുന്ന് എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ മറ്റാരുടെ ചോദിച്ച് ആ മരുന്ന് എടുത്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. തൈറോയിഡിനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഭക്ഷണം കഴിക്കുന്നതിലും എല്ലാം തനിക്കുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ബ്ലെസ്സിംഗ് ടുഡേയിൽ ഫാമിലി മീറ്റിൽ താൻ വരുവാനിടയെത്തിയിരുന്നു. അവരന്നാണ് ആദ്യമായിട്ട് വന്നത്. നമ്മുടെ ഹാപ്പി ഹോംസിനാണ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ആ സമയത്ത് ഷമ സിസ്റ്റർ TV-യിലൂടെ തൈറോയ്ഡ് ഉള്ളവർക്ക് വേണ്ടി സൗഖ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് തൈറോയ്ഡ് ഉള്ളവർ സൗഖ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് സഹോദരി ചെയ്ത താനും ആ തൊണ്ടയിലെ ഭാഗത്തേക്ക് കൈവച്ചിട്ട്, കർത്താവേ, ഈ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മേൽ ആ സൗഖ്യം വരട്ടെ എന്ന് താൻ ചേർന്ന് പ്രാർത്ഥിച്ചു. താൻ പറയുന്ന ആ സമയത്ത് തൻ്റെ ശിരസ് മുതൽ താഴേക്ക് വളരെ ഒരു കുളിരിറങ്ങുന്നത് പോലുള്ളൊരു അനുഭവം തൻ്റെ ശരീരത്തിലുണ്ടായി. തനിക്ക് ഒരു ഉറപ്പ് ലഭിച്ചു, ഇത് നാച്ചുറലി സംഭവിക്കുന്നൊരു കാര്യമല്ല, എൻ്റെ വീടിനകത്ത് അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല, കർത്താവാണ് എന്നെ തൊടുന്നത് എന്ന് ഈ സഹോദരിക്ക് ബോധ്യമായി.
താൻ ചെയ്തത്, താൻ അന്ന് മുതൽ മരുന്ന് കഴിക്കാതെ. അപ്പോൾ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞു, മരുന്ന് കഴിക്കാതിരിക്കരുത്, നീ പോയി ടെസ്റ്റ് ചെയ്യുക. പക്ഷെ സഹോദരിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു, എന്തായിരിക്കും എന്നറിയില്ല. എന്നാൽ 1 വർഷത്തോളം നാം മരുന്ന് കഴിച്ചില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു അനുഭവത്തിന് ശേഷം മരുന്ന് കഴിക്കാതിരുന്നിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. തൈറോയ്ഡ് എൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നില്ല. 2 ആഴ്ചകൾക്ക് മുൻപ് താൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, തനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നോർമൽ ആയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് തനിക്ക് ലഭിച്ചത്. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവെ നിന്റെ കൈകളിലേക്ക് ഈ മകളെ സമർപ്പിക്കുന്നു. അങ്ങ് കൊടുത്ത വലിയ സൗഖ്യത്തിനായി നന്ദി കർത്താവെ. ഈ സൗഖ്യം നിമിത്തമായിട്ടാണല്ലോ അങ്ങേ സാക്ഷീകരിക്കാൻ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനവധിയായി കൊടുത്ത് ഇവരെ മാനിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ അവതരിപ്പിക്കുന്നു തടസ്സങ്ങളെ തകർക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുണ്ടറ ജനുവരി 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, ഇളമ്പള്ളൂർ, കുണ്ടറ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ജനുവരി 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാനിവിടെ ഇരിക്കുന്ന വലിയൊരു വിശ്വാസത്തോടെയാണ്. കാരണം ഇന്നത്തെ പ്രാർത്ഥനയിൽ ഒത്തിരി പേർ സൗഖ്യമാകും, ഒത്തിരി പേർക്ക് വിടുതലുണ്ടാകും, അത്ഭുതങ്ങൾ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും എന്നോട് ചേർന്ന് വിശ്വസിക്കാം. നമ്മൾ ഒരുമിച്ച് വിശ്വസിക്കുമ്പോൾ, ഒരുമിച്ച് വരുമ്പോൾ, ബൈബിൾ പറയുന്ന 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ടാൽ ഏത് കാര്യവും കർത്താവ് ചെയ്തു തരും. ദ ഹെവൻ ഈസ് ഗോയിങ് ടു ബാക്ക് അപ്പ് ദാറ്റ് എഗ്രിമെൻറ്റ്. കർത്താവെ, ഈ സമയത്ത് കിടക്കയിൽ കിടന്നുകൊണ്ട് ഇത് കാണുന്ന കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിടന്ന കിടപ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ട്രീസ എന്ന പേരുള്ളൊരു സഹോദരി കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം ആ സഹോദരി വിട്ട് മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. പ്രഷർ, ബ്ലഡ് പ്രഷർ ഭയങ്കരമായി ഹൈ ആയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ജീസസ് നെയിം. ഹൈപ്പർ ടെൻഷൻ ചില വ്യക്തികളിൽ നിന്ന് മാറിപ്പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഹെറിഡിറ്ററി ഡിസീസസ്, തലമുറകളായി കയ്യിൽ വന്ന പാരമ്പര്യ രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ മാറട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. ചില പ്രത്യേക രീതിയിലുള്ള വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ. സന്ധിവാദം സൗഖ്യമാകട്ടെ. രക്തവാദം സൗഖ്യമാകട്ടെ. അതുപോലുള്ള എല്ലാ വാതരോഗങ്ങളും അതിൻ്റെ അനുബന്ധപ്പെട്ട എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മൈഗ്രെയിൻ ഇപ്പോൾ സൗഖ്യമാകുന്നു. കടുത്ത തലവേദന ചില സമയത്ത് മൂർച്ഛിച്ച് വൊമിറ്റ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള സാലി എന്ന പേരുള്ളൊരു സഹോദരി ഇപ്പോൾ സൗഖ്യമാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ക്യാൻസർ, ഏത് ക്യാൻസർ ആണെങ്കിലും ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഞാനിത് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻവിസിബിളായിട്ട്, അദൃശ്യമായിട്ടാണെങ്കിലും റിയലായി ചില വ്യക്തികളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം നിങ്ങളെ കീഴടക്കിയില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ആ രോഗത്തെ കീഴടക്കുകയാണ്. മരണം നിങ്ങളെ കീഴടക്കിയില്ല. യേശു മരണത്തെ ജയിച്ചിരിക്കുന്നു. ഞാനിത് പറയുന്ന സമയത്ത് ഭയം, ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ആത്മ പലരെയും വിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. സ്പോണ്ടിലോസിസ് എന്ന രോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം.
അകാരണമായി വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്ന, യു ആർ പുട്ടിങ് ഓൺ വെയിറ്റ്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമല്ല, എന്തോ ഒരു ഡിഫക്റ്റ് മൂലം ഭയങ്കരമായ വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നു, തടി വെച്ചുകൊണ്ടിരിക്കുന്നു, വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കട്ടെ. അതിൽ അതിഭയങ്കരമായ മുടി പൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അതിനാൽ തന്നെ മനസ്സിൽ വലിയ ഭാരമുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, ലഹരി മരുന്നുകൾക്ക് അടിമകളായവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരിപ്പോൾ സ്വതന്ത്രമാകട്ടെ. മദ്യപാനമാകാം, പുകവലിയാകാം, മറ്റുള്ള ലഹരിയാകാം, യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ രോഗമോ പ്രയാസമോ എന്താണെങ്കിലും യേശു ഒരു വിടുതൽ തരുമെന്ന് വിശ്വസിക്കുക. കർത്താവ്, ഈ സഹോദരങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നതിൻ്റെ മേൽ ഒരു വലിയ വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ ഫോണിൽ വിളിച്ചോ, നേരിട്ടോ, വാട്സാപ്പിലൂടെയോ, ഏതെങ്കിലും ഒരു മീൻസിലൂടെ അവരോട് പറയുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ നമ്പർ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കുക. ബ്ലെസ്സിങ് ടുഡേയുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലെടുത്ത് ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യുക. കാരണം ഒത്തിരി വിഭവങ്ങൾ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കും. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.